മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 5 പഞ്ചായത്തുകളിൽ 4ഇടത്ത് UDFന് മുൻതൂക്കം. മാളയിൽ UDFും LDFും തുല്യ ശക്തികളായി നിൽക്കുന്നുണ്ടെങ്കിലും സ്വതന്ത്രയായി മത്സരിച്ചു വന്ന കവിത സുഭാഷിന്റെ പിന്തുണ ലഭിക്കുന്നതിലൂടെ LDF ഭരണം നിലനിർത്തും. ഏറെക്കാലമായി UDF ഭരണത്തിലില്ലാതിരുന്ന ആളൂർ ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുക്കാനായത് UDF കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന് പരിമിതമായ അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് 17 സീറ്റിലേക്ക് വളർന്ന LDFനെ 6 സീറ്റിൽ തളയ്ക്കാൻ കോൺഗ്രസിനായത്. ആളൂരിൽ 1 സീറ്റ് NDAയും നേടി. കുഴൂരിലും പൊയ്യയിലും UDF ഭരണം നിലനിർത്തി. നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഡെയ്സി തോമസ് പൊയ്യയിൽ പരാജയപ്പെട്ടത് കോൺഗ്രസിന് പ്രാദേശിക തലത്തിൽ ക്ഷീണമായി. എങ്കിലും 9 സീറ്റുകൾ നേടി പൊയ്യയിൽ UDF ഭരണം തുടരും. 6 സീറ്റുകളാണ് ഇത്തവണ LDFനുള്ളത്. കഴിഞ്ഞ തവണ NDA അംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ പൊയ്യ പഞ്ചായത്തിൽ NDAക്ക് ആരെയും വിജയിപ്പിക്കാൻ ആയിട്ടില്ല. കോൺഗ്രസിൽ നിന്നും റിബലായി മാറിയ സോണി തോമസാണ് പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ച സ്വതന്ത്രൻ. കുഴൂരിൽ ഇത്തവണ മിന്നും ജയമാണ് UDFന് ഉണ്ടായിട്ടുള്ളത്. 11 വാർഡുകളിൽ കോൺഗ്രസ് അംഗങ്ങൾ വിജയിച്ചു കയറിയപ്പോൾ LDFനെയും NDAയും 2 വീതം അംഗങ്ങളാക്കി ചുരുക്കി മൂലക്കിരുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. തെക്കുമുറി വാർഡിൽ നിന്നും വിജയിച്ച ശിവനും തിരുത്ത വാർഡിൽ നിന്നും വിജയിച്ച ഷിജി യാക്കൂബുമാണ് 2 LDF അംഗങ്ങൾ. താണിശ്ശേരി വാർഡിൽ നിന്നും വിജയിച്ച സുധീറും തിരുമുക്കുളം വാർഡിൽ നിന്നും വിജയിച്ച ദീപയുമാണ് കുഴൂർ പഞ്ചായത്തിലെ NDA അംഗങ്ങൾ. 2020 തെരഞ്ഞെടുപ്പിൽ LDFും UDFും തുല്യനിലയിലായ അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ പക്ഷേ UDFന് ഭയാശങ്കയില്ലാതെ ഭരിക്കാം. 14 സീറ്റുകളിലാണ് അന്നമനടയിൽ കോൺഗ്രസിന് വിജയമുണ്ടായിട്ടുള്ളത്. വികസനത്തെക്കുറിച്ച് വാതാവരാതെ പ്രസംഗിച്ച LDFനെ ജനം 5 സീറ്റിലേക്ക് ഒതുക്കി. ഷിജി ബിജുവാണ് അന്നമനട ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി. 8 വീതം സീറ്റുകൾ നേടി UDFും LDFും മാളയിൽ തുല്യശക്തികളായി നിൽക്കവേ 4 സീറ്റുകളുമായാണ് ഇത്തവണ NDA മാള ഗ്രാമപഞ്ചായത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. 1 സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മാളയിൽ വിജയിച്ചിട്ടുണ്ട്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവും മാള ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന TP രവീന്ദ്രൻ പാർട്ടിയോടിടഞ്ഞ റിബലായി മത്സരിച്ചുവെങ്കിലും കോൺഗ്രസിലെ TK ജിനേഷിനോട് ദയനീയമായി പരാജയപ്പെട്ടു. 43 വോട്ടുകൾ മാത്രമാണ് TP രവീന്ദ്രന് സമാഹരിക്കാനായത്. TK ജിനേഷ് 571 വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ NV സുരേഷ് ബാബു 134 വോട്ടും BJP സ്ഥാനാർത്ഥി 111 വോട്ടുകളും നേടി. 2020 സ്ഥാനാർത്ഥി ജോയ് ചേരിയേക്കര 44 വോട്ടുകൾ നേടിയപ്പോൾ 43 വോട്ടുകൾ മാത്രം നേടി TP രവീന്ദ്രന് ഒതുങ്ങേണ്ടിയും വന്നു. മീഡിയ ടൈം, മാള.